നമസ്കാരം, ഏവർക്കും ലെമൺ PSC കോച്ചിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രത്യുൽപാദന വ്യവസ്ഥ, ക്രമഭംഗം, ഊനഭംഗം എന്നുള്ള ആ ഒരു ടോപ്പിക്കാണ്. PSC ക്വസ്റ്റ്യൻസിന് റയറായിട്ട് ചോദിക്കുകയുള്ളൂ, പക്ഷേ എന്നാലും റാങ്ക് മേക്കിംഗ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോർഷനാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്, പ്രത്യുൽപാദന വ്യവസ്ഥയെ പറ്റിയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യമേ കൊടുത്തിരിക്കുന്നത് എന്താണ്, കോശചക്രം അല്ലേ. എന്താണ് കോശചക്രം എന്ന് പറഞ്ഞാൽ അതിനകത്ത് 2 ഘട്ടങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മൾ ഇങ്ങനെ ഒരു രൂപത്തിലായിരിക്കുന്നത് സീക്താണ്ഡം എന്ന് പറയുന്ന ഒരു ഏകകോശത്തെ തുടരെ വളർച്ച സംഭവിച്ചിട്ടാണ് നമ്മൾ മനുഷ്യനായിട്ട് മാറിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിനകത്ത് പല ഘട്ടങ്ങളുണ്ട്. ഈ ഏകകോശമായുള്ള സീക്താണ്ഡത്തിന്റെ വിഭജനവും കോശ വളർച്ചയും പല പല ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യം കാണിച്ചിരിക്കുന്നതാണ് കോശചക്രം. കോശചക്രത്തിൽ 2 ഘടകങ്ങൾ ചേരുന്നതാണ് കോശചക്രം എന്ന് പറയുന്നത്. ഇന്റർഫേസ് ഘട്ടവും വിഭജന ഘട്ടവും. ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ ഒരു കോശം പൂർണ്ണ വളർച്ച എത്തിയ കോശമായി മാറുന്നത് ഇന്റർഫേസ് എന്ന് പറയുന്ന ഘട്ടത്തിലാണ്. കോശവിഭജനത്തിന് തൊട്ട് മുമ്പുള്ള ഘട്ടം തയ്യാറെടുക്കൽ ഘട്ടം എന്ന് പറയും. ആ സമയത്ത് എന്തൊക്കെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, കോശത്തിനുള്ളിലുള്ള കോശാംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു, കോശദ്രവ്യത്തിന്റെ അളവ് കൂടുന്നു, കോശത്തിന്റെ വലുപ്പം കൂടുന്നു, അതുപോലെ തന്നെ ജനിതക വസ്തുക്കൾ ഇരട്ടിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുന്നത് ഈ ഇന്റർഫേസ് എന്ന് പറയുന്ന ആ ഒരു ഫേസിലാണ്. അതായത് കോശവിഭജനത്തിന് തൊട്ട് മുമ്പുള്ള ഘട്ടം, തയ്യാറെടുപ്പ് ഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. കോശാംഗങ്ങളുടെ എണ്ണം കൂടുന്നു, കോശദ്രവ്യത്തിന്റെയും കോശത്തിന്റെയും വലുപ്പം കൂടുന്നു, ജനിതക വസ്തുക്കൾ ഇരട്ടിക്കുന്നു. അതിനുശേഷമാണ് എന്ത് സംഭവിക്കുന്നത്, കോശവിഭജനം നടക്കുന്നത്. കോശവിഭജനത്തിൽ 2 ഘട്ടമുണ്ട്, ന്യൂക്ലിയസിന്റെ വിഭജനവും കോശദ്രവ്യത്തിന്റെ വിഭജനവും. അത്രയാണ് ആ കോശചക്രം. അപ്പോൾ കോശചക്രത്തിൽ 2 കാര്യങ്ങളാണ്, ഇന്റർഫേസും വിഭജന ഘട്ടവും. ഇന്റർഫേസിൽ ഇത്രയും തയ്യാറെടുക്കൽ ഘട്ടം എന്നറിയപ്പെടുന്ന ഇത്രയും കാര്യങ്ങളാണ് ആദ്യം സംഭവിക്കുന്നത്. അതിനുശേഷമാണ് വിഭജനം. വിഭജനത്തിലും 2 ഘട്ടമുണ്ട്, ന്യൂക്ലിയസിന്റെ വിഭജനവും കോശദ്രവ്യത്തിന്റെ വിഭജനവും. ഓക്കെ, ഇനി നമുക്കറിയാം, സാധാരണ ഈ കോശ വിഭജനവും കോശ വളർച്ചയും നടക്കുന്നതിന്റെ ഫലമായിട്ടാണ് എന്ത് നടക്കുന്നത്, ശരീര വളർച്ച സാധ്യമാകുന്നത് അല്ലേ. കോശ വിഭജനവും കോശ വളർച്ചയും കൂടി ചേരുമ്പോഴാണ് ശരീര വളർച്ച സാധ്യമാകുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് 2 തരത്തിലുള്ള കോശ വിഭജനമുണ്ട്. നമ്മൾ ആദ്യം ഇന്റർഫേസ് ഘട്ടം പറഞ്ഞു, പിന്നെ പറയാൻ പോകുന്ന കോശ വിഭജനത്തെ പറ്റിയാണ്. ഈ കോശ വിഭജനം തന്നെ 2 തരത്തിലുണ്ട്. അതിലൊന്നാണ് ക്രമഭംഗമെന്നും രണ്ടാമത്തേതാണ് ഊനഭംഗമെന്നും. ഈ ക്രമഭംഗം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ ശരീരകോശങ്ങളിലൊക്കെ നടക്കുന്നതാണ് ക്രമഭംഗം. ശരീര വളർച്ചയെ സഹായിക്കുന്നതാണ് ക്രമഭംഗം എന്ന് പറയുന്നത്. ഊനഭംഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യുൽപാദന കോശങ്ങളിൽ, ലൈംഗിക കോശങ്ങളിൽ മാത്രം നടക്കുന്ന കോശവിഭജനമാണ് ഊനഭംഗം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആദ്യമേ ക്രമഭംഗത്തെ പറ്റി നോക്കാം. എന്താണ് ക്രമഭംഗം എന്ന് ആദ്യമേ നമ്മൾ നോക്കാൻ പോകുന്നത്. ക്രമഭംഗം എന്ന് വെച്ചാൽ പറഞ്ഞു എന്താണ്, സാധാരണ നമ്മുടെ ശരീര വളർച്ചയെ സഹായിക്കുന്ന ശരീരകോശങ്ങളിൽ നടക്കുന്ന വിഭജനമാണ് ക്രമഭംഗം എന്ന് പറയുന്നത്. ഒന്നുമില്ല, ഒരു മാതൃകോശം വിഭജിച്ച് 2 പുത്രികാ കോശങ്ങളാകുന്ന പ്രക്രിയയാണ് ക്രമഭംഗം എന്ന് പറയുന്നത്. ഈ ക്രമഭംഗത്തിൽ നമ്മൾ പറഞ്ഞു, കോശവിഭജനം ഏതാണെങ്കിലും 2 ഘട്ടമുണ്ട്. അതായത് ആദ്യമേ ന്യൂക്ലിയസ് വിഭജിക്കുന്നു, രണ്ടാമതാണ് കോശദ്രവ്യം വിഭജിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സ് എന്താണ്, ന്യൂക്ലിയസ് വിഭജിക്കണം അല്ലേ. അപ്പോൾ ഈ ന്യൂക്ലിയസിന്റെ വിഭജന ഘട്ടം അറിയപ്പെടുന്നത് കാരിയോകൈനസിസ് ആണ്. എന്താണ് കാരിയോകൈനസിസ്? അതിനകത്ത് 4 ഫേസ് ഉണ്ട്. 4 ഫേസ് ചേരുന്നതാണ് ന്യൂക്ലിയസിന്റെ വിഭജനം എന്ന് പറയുന്നത്. അതിന് പറയുന്ന പേരാണ് കാരിയോകൈനസിസ്. അതുപോലെ തന്നെ അടുത്തതാണ് കോശദ്രവ്യത്തിന്റെ വിഭജനം. അതിന് പറയുന്ന പേരാണ് സൈറ്റോകൈനസിസ്. എന്താണ് സൈറ്റോകൈനസിസ്. അപ്പൊ ഈ കാരിയോകൈനസിസും സൈറ്റോകൈനസിസും കൂടെ ചേരുന്നതാണ് കോശവിഭജനം എന്ന് പറയുന്നത്. കോശവിഭജനത്തിന് 2 ഘട്ടമുണ്ട്. ആദ്യമേ ന്യൂക്ലിയസിന്റെ വിഭജനം, അതിന് പറയുന്ന പേരാണ് കാരിയോകൈനസിസ്. രണ്ടാമത്തേതാണ് കോശദ്രവ്യത്തിന്റെ വിഭജനം, അതിന് പറയുന്ന പേരാണ് സൈറ്റോകൈനസിസ്. അപ്പം നമ്മൾ പറഞ്ഞ ക്രമഭംഗത്തെ പറ്റിയാണ്. സാധാരണ ശരീര വളർച്ചയെ സഹായിക്കുന്ന കോശവിഭജന രീതിയാണ്. അതിന്റെ 1ാമത്തെ ഘട്ടം, അതായത് ന്യൂക്ലിയസിന്റെ വിഭജന ഘട്ടമായ കാരിയോകൈനസിസിനെ പറ്റി നോക്കാം. ഈ കാരിയോകൈനസിസിന് തന്നെ 4 ഘട്ടമുണ്ട്. 4 ഫേസ് കഴിയുമ്പോഴാണ് ന്യൂക്ലിയസ് വിഭജിക്കുന്നത്. അത് ഏതൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടിലോഫേസ്. ഏതൊക്കെയാണ്? പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടിലോഫേസ്. ഈ 4 ഘട്ടം കഴിയുമ്പോഴാണ് ന്യൂക്ലിയസ്, അതായത് കാരിയോകൈനസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് കഴിയുന്നത്. അതിൽ 1ാമത്തത് പ്രോഫേസ്. പ്രോഫേസിൽ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം ഈ ന്യൂക്ലിയസുകൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ന്യൂക്ലിയസിനുള്ളിൽ എന്തൊക്കെയുണ്ട്, മർമ്മമുണ്ട്, ക്രോമാറ്റിൻ ജാലികയുണ്ട് അല്ലേ.
അതിനകത്തെ ഈ ഘട്ടത്തിൽ ഈ ക്രോമാറ്റിൻ ജാലിക ഇരട്ടിക്കുന്നു. ക്രോമാറ്റിൻ ജാലിക ഇരട്ടിച്ച് അതുപോലെ തന്നെ സെൻട്രിയോളുകൾ ഉണ്ടാവും. ക്രോമാറ്റിൻ ജാലികയ്ക്ക് മാറ്റം വരുന്നു. പിന്നെ ക്രോമസോമുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? മർമ്മകത്തിനും മർമ്മസ്ഥലത്തിനും മാറ്റം സംഭവിക്കുന്നു. അതാണ് ഒന്നാമത്തെ ഘട്ടത്തിൽ സംഭവിക്കുന്നത്. ക്രോമാറ്റിൻ ജാലിക ഇരട്ടിക്കുന്നു. അതാണ് പ്രോഫേസ്. അടുത്ത മെറ്റാഫേസ് ആകുമ്പോഴത്തേന് എന്ത് പറ്റുമെന്ന് നോക്കിയേ. ഈ ക്രോമാറ്റിൻ ജാലികകൾ എന്തായിട്ട് ഈ ക്രോമസോം ഇരട്ടിച്ചതിന് ശേഷം ക്രോമാറ്റിൻ ജാലിക ക്രോമസോമായിട്ട് മാറി. ആ ക്രോമസോമ സെന്ററിലേക്ക് വരുന്നു. കണ്ടോ? ന്യൂക്ലിയസിന്റെ സെന്ററിലേക്ക് വരുന്നു. ക്രോമസോമ എന്തായിട്ട് മാറി? ക്രോമാറ്റിൻ ജാലിക ക്രോമസോമായിട്ട് മാറി പ്രോഫേസിൽ. എന്നിട്ട് ആ ക്രോമസോമ എന്തായിട്ട് മാറുന്നു? ദേണ്ട നടുക്ക് സെന്ററിലേക്ക് വരുന്നു. കണ്ടോ? എന്നിട്ട് അത് ക്രോമാറ്റിഡ് ആയിട്ട് മാറുന്നു. ക്രോമസോം ക്രോമാറ്റിഡ് ആയിട്ട് മാറുന്നു. ഇനി അടുത്ത അനാഫേസിൽ എന്ത് പറ്റും നോക്കിയേ. ഈ ക്രോമാറ്റിഡുകൾ മേളിലേക്കും താഴേക്കും മൂവ് ചെയ്യുന്നു. കണ്ടോ? ഓരോ ജോഡിയ ക്രോമസോം രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ക്രോമാറ്റിഡ് ആയിട്ട് മാറുന്നു. ക്രോമാറ്റിഡുകൾ മേളിലേക്കും താഴേക്കും വരുന്നു. പുത്രികാ ക്രോമസോമുകളായിട്ട് മാറുന്നു അനാഫേസിൽ. അപ്പോൾ പുത്രികാ ക്രോമസോമുകൾ രൂപപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അനാഫേസിലാണ്. കണ്ടോ? അപ്പോൾ ആദ്യമേ ക്രോമാറ്റിൻ ജാലികയായിരുന്നു. അത് ക്രോമസോമായിട്ട് മാറി ഒന്നാമത്തെ ഫേസിൽ. മെറ്റാഫേസ് ആകുമ്പോഴത്തേനും ക്രോമസോം ക്രോമാറ്റിഡ് ആയിട്ട് മാറി സെൻറ്ററിലേക്ക് വരുന്നു. അനാഫേസ് ആകുമ്പം ക്രോമാറ്റിഡ് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് മേളിലേക്കും താഴേക്കും മാറി പുത്രികാ ക്രോമസോമുകൾ ഉണ്ടാകുന്നു. ഇനി അടുത്ത ടിലോഫേസിൽ എന്ത് ചെയ്യുന്നു? ഈ പുത്രികാ ന്യൂക്ലിയസുകൾ രൂപപ്പെടുന്നു. ഇവിടെ പുത്രികാ ക്രോമസോമുകളെ ആയിട്ടുള്ളൂ അനാഫേസിൽ. ടിലോഫേസ് ആകുമ്പോഴത്തേനും ഈ പുത്രിക ന്യൂക്ലിയസുകളായിട്ട് മാറുന്നു. കണ്ടോ? 2 പുത്രികാ ന്യൂക്ലിയസിലും ക്രോമസോമുകൾ വീതമുള്ള 2 എണ്ണമായിട്ട് മാറുന്നു. അങ്ങനെയാണ് ഒന്നാമത്തെ ന്യൂക്ലിയസിന്റെ വിഭജനം എന്ന് പറയുന്നത്. അപ്പോൾ എത്ര ഫേസ് ഉണ്ട്? 4 ഫേസ് ഉണ്ട്. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടിലോഫേസ്. പ്രോഫേസിൽ ക്രോമാറ്റിൻ ജാലിക ക്രോമസോമായിട്ട് മാറുന്നു. രണ്ടാമത്തത് മെറ്റാഫേസിൽ ക്രോമസോം ക്രോമാറ്റിഡ് ആയിട്ട് സെൻറ്ററിലേക്ക് വരുന്നു. അടുത്ത അനാഫേസിൽ ക്രോമാറ്റിഡ് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ട് മാറുന്നു? പുത്രികാ ക്രോമസോമുകളായിട്ട് മാറുന്നു. അടുത്ത ടിലോഫേസിൽ ഈ പുത്രികാ ക്രോമസോമുകളിൽ നിന്നും 2 പുത്രിക ന്യൂക്ലിയസുകൾ ഉണ്ടാകുന്നു. കണ്ടോ? ക്രോമസോമുകളുടെ എണ്ണം നോക്കി 2ലും ഒരേപോലെ ആയിരിക്കും. അങ്ങനെ 2 പുത്രിക ക്രോമസോമുണ്ട്. അപ്പോൾ ഇത്രയാണ് എന്ത് സംഭവിക്കുന്നത്? ഒന്നാമത്തെ ഘട്ടം കാരിയോകൈനസിസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ന്യൂക്ലിയസിന്റെ വിഭജനം പൂർത്തിയാകുന്നതോടെ മാതൃകോശത്തിൽ നിന്ന് 2 പുത്രികാ ന്യൂക്ലിയസുകൾ ഉണ്ടാകുന്നു. ഇവയുടെ ക്രോമസോമിന്റെ എണ്ണത്തിന് മാറ്റമുണ്ടോ? മാറ്റമൊന്നുമില്ല. ഇപ്പം നിലവിലെ കോശം 2 കോശങ്ങളായിട്ട് എന്ത് മാറിയത്? 2 പുത്രികാ കോശങ്ങളായിട്ടാണ് മാറിയത്. ഇനി അടുത്തതാണ് എന്ത്? അങ്ങനെ ന്യൂക്ലിയസ് വിഭജിച്ചു. ഇനി അടുത്തത് വിഭജിക്കേണ്ടത് എന്താണ്? കോശദ്രവ്യം അല്ലേ? കോശദ്രവ്യം വിഭജിക്കുന്ന പ്രോസസ്സിന് പറഞ്ഞ പേരെന്താണ്? സൈറ്റോകൈനസിസ് എന്നാണ്. അപ്പോൾ അടുത്ത സൈറ്റോകൈനസിസ് എങ്ങനെയാണെന്ന് നോക്കാം. സൈറ്റോകൈനസിസിൽ ആദ്യം കാണിച്ചിരിക്കുന്ന ജന്തുകോശത്തിലെ കോശദ്രവ്യത്തിന്റെ വിഭജനമാണ്. ഒന്നുമില്ല, ഇപ്പോൾ ഉണ്ടായ ആ പുത്രികാ ന്യൂക്ലിയസുകൾ ഒരു പ്ലാസ്മ സ്തരം മധ്യഭാഗത്തായിട്ട് വരുന്നു. കണ്ടോ? മധ്യഭാഗത്തായിട്ടൊരു പ്ലാസ്മ സ്തരം വന്ന് രണ്ട് ഇതായിട്ട് മാറുന്നു. 2 പുത്രികാ കോശങ്ങളായിട്ട് മാറുന്നു. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒറ്റ ഒരെണ്ണമായിട്ട് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ 2 ന്യൂക്ലിയസ് ഉണ്ട് അല്ലേ? 2 പുത്രികാ ന്യൂക്ലിയസ് ഉണ്ട്. അത് രണ്ടും നടുക്കൊരു സ്ഥലം വന്നിട്ട് 2 പുത്രികാ കോശങ്ങളായിട്ട് മാറും. ഇതാണ് ജന്തുകോശത്തിൽ നടക്കുന്നത്. ഇനി സസ്യകോശത്തിലാണെങ്കിൽ താഴെ കാണുന്ന സസ്യകോശത്തിലാണ് പുത്രികാ ന്യൂക്ലിയസുകൾക്കിടയിലേക്ക് ചെറു സ്തരസഞ്ചികൾ രൂപപ്പെടുന്നു. കണ്ടോ? ചെറു സഞ്ചികൾ പോലെ രൂപപ്പെടുന്നു അതിൻ്റെ 2നും നടുക്കായിട്ട്. അങ്ങനെ ചെറു സഞ്ചികൾ ചേർന്ന് കോശബലകം രൂപപ്പെടുന്നു. കോശബലകം ഇരുവശത്തേക്കും വളർന്ന് പ്ലാസ്മ സ്തരവുമായിട്ട് ചേരുന്നു. കണ്ടോ? അങ്ങനെയാണ് എന്തുണ്ടാകുന്നത്? സസ്യകോശങ്ങളിൽ ഉണ്ടാകുന്നത്. പ്ലാസ്മ സ്തരത്തിന് എന്ത് ചെയ്യുന്നു? മാറ്റം വരുന്നു. അപ്പോൾ അങ്ങനെ 2 പുത്രികാ കോശങ്ങൾ ഉണ്ടായി. പിന്നെ കോശവിഭജനത്തിന് ഫലമായിട്ടുണ്ടാകുന്ന ഈ പുത്രികാ കോശങ്ങൾ വീണ്ടും വിഭജനത്തിന് വിധേയമാകുന്നു. അങ്ങനെ ഓരോ തവണ വിഭജിക്കുമ്പോഴും ജനിതക വസ്തുക്കൾ ഇരട്ടിച്ച ശേഷമാണ് കോശം വിഭജിക്കുന്നത്. അതുകൊണ്ട് എത്ര തവണ കോശം വിഭജിച്ചാലും ക്രോമസോം സംഖ്യയ്ക്ക് എന്ത് ചെയ്യുന്നില്ല? മാറ്റം വരുന്നില്ല. ഓക്കെ. ഈ ക്രമഭംഗം എന്ന് പറഞ്ഞാൽ നിയന്ത്രണ പ്രവർത്തനമാണ്. ഈ നിയന്ത്രണ പ്രവർത്തനത്തിൽ തകരാറ് സംഭവിക്കുന്നത് മൂലം കോശം അമിതമായി വിഭജിച്ച് ക്രമരഹിതമായി പെരുകും. അതിനെയാണ് നമ്മൾ ക്യാൻസർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ. നമ്മുടെ ശരീരത്തിൻ്റെ കേടുപാടുകൾ പരിഹരിക്കുന്നതും അതുപോലെ ശരീരകലകളുടെ വളർച്ച സാധ്യമാകുന്നതൊക്കെ ഇതിലൂടെയാണ്? ഈ ക്രമഭംഗത്തിലൂടെയാണ്. ഓക്കെ. അപ്പം മനസ്സിലായില്ലേ എന്താ ക്രമഭംഗം എന്താണെന്ന്? മനസ്സിലായില്ലേ? 2 ഘട്ടമുണ്ട്. എന്താണ്? ന്യൂക്ലിയസിൻ്റെ വിഭജനവും രണ്ടാമത്തതാണ് കോശദ്രവ്യത്തിൻ്റെ വിഭജനവും. സസ്യങ്ങളിലെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു.
ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് രണ്ടുമൂന്ന് പോയിന്റാണ്. വാർദ്ധക്യത്തിന്റെ സവിശേഷത. വാർദ്ധക്യമാകുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു? എന്തൊക്കെ സംഭവിക്കുന്നത്? കോശ വിഭജനത്തിന്റെ നിരക്ക് കുറയുന്നു, കോശത്തിനുള്ളിലെ ഓക്സിജന്റെ ലഭ്യത കുറയുന്നു, കോശങ്ങൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നു? നശിക്കുന്നു അല്ലേ? പേശികൾ ശുഷ്കിക്കുന്നു, ഊർജോൽപാദനം കുറയുന്നു, ഇന്ദ്രിയങ്ങളുടെ കാര്യക്ഷമതയൊക്കെ കുറയുന്നു. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. വാർദ്ധക്യം വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു എന്നാണ് ജസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്താണ്? അമീബയുടെ കോശ വിഭജനം എങ്ങനെയാണെന്ന് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം ഏകകോശ ജീവികളിലും ബഹുകോശ ജീവികളിലും വളർച്ച ഒരുപോലെ അല്ല അല്ലേ? വളർച്ച എന്താണ്? പ്രത്യുൽപാദനം നടക്കണമെങ്കിൽ കോശ വിഭജനം നടക്കണം. അതിലിപ്പോൾ കാണിച്ചിരിക്കുന്നത് നമ്മൾ അമീബയുടെയാണ്. അമീബയുടെ മാതൃകോശം കണ്ടോ? മാതൃകോശമുണ്ട്, നടുക്ക് ന്യൂക്ലിയസ് ഉണ്ട്, അത് വിഭജിക്കുന്നുണ്ടോ? ജസ്റ്റ് 2 പുത്രികാ കോശങ്ങളായിട്ട് വിഭജിക്കുന്നത്. അതാണ് എന്ത്? ഏകകോശ ജീവികളിൽ ക്രമഭംഗം പ്രത്യുൽപാദനത്തിലേക്കാണ് നയിക്കുന്നത്. മനസ്സിലായോ? നമ്മുടെ ബഹുകോശ ജീവികളിൽ ക്രമഭംഗമല്ല, ഊനഭംഗമാണ് പ്രത്യുൽപാദന കോശങ്ങളിൽ നടക്കുന്നത്. ക്രമഭംഗം സാധാരണ ശരീര വളർച്ചയ്ക്ക് സഹായിക്കുന്നു. പക്ഷേ ഏകകോശ ജീവികളിൽ ക്രമബന്ധം എന്തിലേക്ക് നടക്കുന്നു? പ്രത്യുൽപാദനത്തിലേക്കാണ് നയിക്കുന്നത്. അപ്പോൾ ലൈംഗിക പ്രത്യുൽപാദനം നടത്തുന്ന ജീവികളിൽ ഇത് എന്താണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ അതായത് മനുഷ്യരിൽ ഏകകോശ ജീവികളുടെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. അമീബ് പോലെയുള്ള ഏകകോശ ജീവികളിൽ ക്രമഭംഗം എന്ന് പറഞ്ഞാൽ പ്രത്യുൽപാദനത്തിലേക്കാണ് നടക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? ഊനഭംഗത്തിനെ പറ്റിയാണ്. എന്താണ് ഊനഭംഗം? അതിനു മുമ്പ് ഒരു കാര്യം സസ്യങ്ങളുടെ കാര്യം കൂടി ഒന്ന് പറഞ്ഞു കേട്ടോ. സസ്യങ്ങളിൽ എന്താണ്? എങ്ങനെയാണ് വളർച്ച? സസ്യങ്ങളിൽ നമ്മുടെ സസ്യകോശങ്ങളിൽ മെരിസ്റ്റമീക കോശങ്ങളുടെ ത്വരഗതിയിലുള്ള കോശ വിഭജനം മൂലമാണ് എന്ത് ചെയ്യുന്നത്? വളർച്ച നടക്കുന്നത്. മെരിസ്റ്റമീക കോശങ്ങൾ. ആ മെരിസ്റ്റമീക കോശങ്ങൾ എവിടെയൊക്കെ കാണപ്പെടുന്നു എന്നാണ് നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്നത്. അഗ്രമെരിസ്റ്റം, പാർശ്വമെരിസ്റ്റം, പാർശ്വാന്തര മെരിസ്റ്റം. അഗ്രമെരിസ്റ്റം എന്ന് പറഞ്ഞാൽ വേരിൻ്റെയും കാണ്ഡത്തിൻ്റെയും ഒക്കെ നീളം കൂടാൻ സഹായിക്കുന്നതാണ് അഗ്രമെരിസ്റ്റം എന്ന് പറയുന്നത്. ഇനി പാർശ്വമെരിസ്റ്റം ആണെങ്കിൽ കാണ്ഡം, വേര് എന്നിവയുടെ വണ്ണം വയ്ക്കാൻ സഹായിക്കുന്നു. അത് കാണപ്പെടുന്നത് ദ്വിബീജപത്ര സസ്യങ്ങളിലാണ്. എന്ത് കാണപ്പെടുന്നത്? പാർശ്വമെരിസ്റ്റം കാണപ്പെടുന്നത്. പിന്നെ പാർവാന്തര മെരിസ്റ്റം എന്ന് വെച്ചാൽ കാണ്ഡം എന്ന് വെച്ചാൽ തണ്ടിന്റെ നീളം കൂടാൻ സഹായിക്കുന്നതാണ് പാർവാന്തര മെരിസ്റ്റം. അത് കാണപ്പെടുന്നത് ഏകബീജ പത്രസസ്യങ്ങളുടെ പർവ്വത്തിന് മുകളിലായിട്ടാണ്. അപ്പോൾ പാർശ്വമെരിസ്റ്റം ദ്വിബീജപത്ര സസ്യങ്ങളിലും പാർവാന്തര മെരിസ്റ്റം ഏകബീജ പത്രസസ്യങ്ങളിലുമാണ്. അപ്പം ഇങ്ങനെ ഈ ഒരു മെരിസ്റ്റമീക കോശങ്ങളുടെ പ്രവർത്തന ഫലമായിട്ടാണ് സസ്യങ്ങളിൽ വളർച്ച സംഭവിക്കുന്നത്. അപ്പോൾ എവിടേക്കാണ് കാണപ്പെടുന്നത് നമ്മൾ പറഞ്ഞു? അഗ്രമെരിസ്റ്റം, പാർശ്വമെരിസ്റ്റം, പാർവാന്തര മെരിസ്റ്റം. പാർശ്വമെരിസ്റ്റം ദ്വിബീജ പത്രസസ്യങ്ങളിലും പാർവാന്തര മെരിസ്റ്റം ഏകബീജ പത്രസസ്യങ്ങളിലുമാണ്. അഗ്രമെരിസ്റ്റം അഗ്രത്തിൽ വേരിൻ്റെയും കാണ്ഡത്തിൻ്റെയും നീളം കൂട്ടാനും, പാർശ്വമെരിസ്റ്റം ആണെങ്കിൽ കാണ്ഡം, വേരിൻ്റെയൊക്കെ വണ്ണം വയ്ക്കാനാണ് സഹായിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഊനഭംഗമാണ്. ക്രമഭംഗം പറഞ്ഞു, ഇനി ഊനഭംഗം. ഊനഭംഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീജകോശങ്ങൾ രൂപപ്പെടുന്ന കോശ വിഭജന രീതിയാണ് ഊനഭംഗം എന്ന് പറയുന്നത്. ലൈംഗിക അവയവങ്ങളിലെ ബീജോൽപാദന കോശങ്ങളിലാണ് എന്ത് നടക്കുന്നത്? ഊനഭംഗം നടക്കുന്നത്. നമുക്കറിയാം നമ്മുടെ മനുഷ്യരിലെ ക്രോമസോം എത്രയാണ്? 46 ക്രോമസോം ഉള്ള മനുഷ്യനിലെ ബീജോൽപാദന കോശം തുടർച്ചയായി 2 തവണ വിഭജിക്കുന്നുണ്ട്. ഊനഭംഗം 1ഉം ഊനഭംഗം 2ഉം. അതിനകത്ത് ഊനഭംഗം 1ല് ക്രോമസോം സംഖ്യ എന്താകുന്നു? പകുതിയാകുന്നു. അതായത് 46 എന്നുള്ളത് 23 വീതമുള്ള ക്രോമസോമായിട്ട് 2 പുത്രികാ കോശങ്ങൾ ഉണ്ടാകുന്നു. ഇനി രണ്ടാമത്തെ ഊനഭംഗം 2ലാണ് പുത്രികാകോശം വീണ്ടും വിഭജിക്കുന്നു. അങ്ങനെ ഊനഭംഗം 2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രമഭംഗം പോലെ തന്നെയാണ്. ഈ വിഭജനത്തിൽ ക്രോമസോം സംഖ്യയ്ക്ക് വ്യത്യാസം ഉണ്ടാകുന്നില്ല. ക്രോമസോം സംഖ്യയ്ക്ക് വ്യത്യാസം വരുന്ന ഏതാണ്? ഊനഭംഗം 1ലാണ്. ഊനഭംഗം 1ല് എന്താ സംഭവിക്കുന്നത്? ക്രോമസോം സംഖ്യ പകുതിയാകുന്നു. ഈ 46 എന്നുള്ളത് 23 ആകുന്നു. അങ്ങനെ 2 പുത്രികാകോശങ്ങൾ ഉണ്ടാകുന്നു. പിന്നത്തത് ക്രമഭംഗം പോലെ തന്നെ എന്താണ്? ക്രോമസോം സംഖ്യ വിഭജിക്കുന്നില്ല. കോശം 2 4 പറയാം എങ്ങനെയാണ്? 4 മാറുന്നു. അപ്പം ഇങ്ങനെ 2 ഘട്ടം ചേരുന്നതാണ് ഊനഭംഗം എന്ന് പറയുന്നത്. പുരുഷനിലെ ഊനഭംഗത്തിന്റെ ഫലമായിട്ട് ഒരു ബീജോൽപാദന കോശത്തിൽ നിന്നും 23 ക്രോമസോം ഉള്ള 4 പുംബീജങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ സ്ത്രീകളില് ബീജോൽപാദന കോശങ്ങളിൽ നിന്ന് 1 അണ്ഡം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. മനസ്സിലായോ? പുരുഷനിൽ, അതാണ് ഈ പടം കാണിച്ചിരിക്കുന്നത്. പുരുഷനിൽ ആദ്യമേ 46 2 പേർക്കും, പിന്നെ എന്ത് ചെയ്യുന്നു? ആദ്യത്തെ ഊനഭംഗം 1ല് ക്രോമസോം സംഖ്യ പകുതിയാകുന്നു. അങ്ങനെയാണ് 23 ആകുന്നത്. അതാണ് ഊനഭംഗം 1 എന്ന് പറയുന്നത്. ഊനഭംഗം 2ൽ എന്ത് ചെയ്യുന്നു? ക്രോമസോം സംഖ്യ പകുതിയാവുന്നില്ല. പിന്നീട് നമ്മുടെ ക്രമഭംഗം പോലെ തന്നെയാണ് ഉണ്ടാകുന്നത്. കോശം എന്ത് ചെയ്യുന്നു? 2 ആയിട്ട് മാറുന്നു.
പക്ഷേ ഇവിടെ ഒരു പുരുഷന്റെ ഊനഭംഗത്തിന്റെ ഫലമായിട്ട് 23 ക്രോമസോമുള്ള 4 പുംബീജങ്ങൾ ഉണ്ടാകുന്നു. കണ്ടോ, 4 എണ്ണം ഉണ്ടാകുന്നു. പക്ഷെ സ്ത്രീയിലാണെങ്കിലോ ഒരെണ്ണം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. 23 ഉള്ള ക്രോമസോമുള്ള ഒരു അണ്ടത്തിൽ നിന്ന് ഒറ്റ ഒരു അണ്ടം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. കണ്ടോ. അപ്പോൾ ബാക്കിയുള്ള 3 എണ്ണം എന്താണ്? പോളാർ ബോഡീസ് എന്ന് പറയുന്നത്. അവയ്ക്ക് പ്രത്യുൽപാദന ശേഷി ഇല്ലാത്തതാണ്, അതാണ് നശിച്ചു പോകുന്നത്. അപ്പോൾ ശരിക്കും ഒരണ്ടം മാത്രമാണ് ഊനഭംഗത്തിന്റെ ഫലമായിട്ട് സ്ത്രീകളിൽ ഉണ്ടാകുന്നത്. പുരുഷന്മാരിൽ എത്ര എണ്ണം ഉണ്ടാകുന്നുണ്ട്? 4 എണ്ണം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ പടം കാണിച്ചിരിക്കുന്നുണ്ട്. 46 വീതമാണുള്ളത്. ആദ്യമേ എന്ത് ചെയ്യുന്നു? ഊനഭംഗം 1 ക്രോമസോം സംഖ്യ പകുതിയാവുന്നു, 23 ആവുന്നു. പിന്നെ അതും കൂടി രണ്ടും കൂടി ചേർന്ന് സിങ്താണ്ടത്തിന്റെ അപ്പം എത്ര? 46 തന്നെ. അപ്പോൾ ഊനഭംഗം 1ഉം 2ഉം ഉണ്ട്. ഊനഭംഗം 1ലാണ് ക്രോമസോം എന്ത് ചെയ്യുന്നത്? വിഭജിക്കുന്നത്. രണ്ടാമത്തേൽ പിന്നെ വിഭജിക്കുന്നില്ല. അത് ഓർത്ത് വെക്കുക കേട്ടോ. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്. പിന്നെ ഇത് ഓർത്തിരിക്കേണ്ടത്, ഊനഭംഗം കഴിയുമ്പോഴത്തേനും പുരുഷന്മാരിൽ എത്രയാണ്? 4 പുംബീജങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സ്ത്രീകളിലാണെങ്കിൽ ഒരണ്ടം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അതും ഓർത്തിരിക്കുക. അപ്പോൾ ഊനഭംഗം 1ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? അപ്പോൾ ക്രമഭംഗത്തിന് ബദലായിട്ടുള്ള ഏതാണ്? ഊനഭംഗം 2 ആണ്. ഊനഭംഗം 2വിലും ക്രമഭംഗത്തിലും ഒരേപോലെ തന്നെ നടക്കുന്നത്. ഊനഭംഗം 1ലാണ് എന്ത് സംഭവിക്കുന്നത്? ക്രോമസോം വിഭജിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്തിരിക്കുക. ഇത്രയൊക്കെയാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും ഉള്ളത്. PSC ചോദിച്ചിട്ടുള്ളതാണ്. പക്ഷെ അങ്ങനെ എല്ലാ എക്സാമിനും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. റയറായിട്ടൊക്കെ ചോദിക്കാറുള്ളൂ. പക്ഷേ അതെന്തായിരിക്കും? റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാവുന്നേ ഉള്ളൂ. വലിയ സംഭവങ്ങളൊന്നും ഇല്ല, ചെറിയ പോയിന്റ്. അത് ഓർത്തിട്ട് നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുന്നതാണ്. ആ ഫേസുകളൊക്കെ ഓർത്തിരിക്കുന്നുണ്ട്. അനാഫേസ്, ടിലോഫേസ്, അത് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ക്ലാസ്സിൽ വരുന്നിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.